ഈ പപ്പ അതാ പോകുന്നു. നമ്മളിന്ന് വെള്ളം അതാ വാട്ടർ പ്രൂഫ്. ഇനി നമുക്ക് താഴേക്ക് കുന്നിൻ്റെ മതേ മണ്ടയ്ക്കൊരു വീട്. അവിടെ നമ്മളിങ്ങനെ നടന്ന് 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 എങ്ങോട്ട് പോകുന്നേ? താഴേക്ക് പോകണം. എല്ലാം നിറയെ വെള്ളം. നോക്കിക്കോട്ടോ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. സൗണ്ടിൽ പറഞ്ഞാലേ കേൾക്കൂല. സൗണ്ടിൽ പറഞ്ഞാലേ കേൾക്കൂല. നമ്മളിപ്പോ താഴോട്ട് പോവാ. അങ്ങോട്ട് താഴെ വരാം. അന്നേരം പപ്പ ഇതാ മുമ്പിൽ കൊണ്ടുണ്ട്. ഞാൻ അടുത്തേക്ക് ഇതെല്ലാം നിറയെ വെള്ളമാണ്. നമ്മുടെ പറമ്പിലെല്ലാം ഉറവ വിട്ടിട്ട് ഉറവ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സൂപ്പർ സ്ഥലമാണ്. പക്ഷെ മഴയൊക്കെ ആകുമ്പോൾ അതുപോലെ വെള്ളവും അതും ഇതൊക്കെ ആകുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. ഉണ്ടോ കാറ്റ് വീശുന്നുണ്ടോ? ഇവിടെ ഭയങ്കര കാറ്റ്. നമ്മുടെ വയനാടിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും നമ്മുടെ ഈ സ്ഥലം. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കേളകം എന്ന് പറയും. കേളകം വെള്ളൂന്ന് അവിടെയാണ് നമ്മുടെ സ്ഥലം. കണ്ടാൽ നല്ല ഭംഗിയാണ്. ഫുള്ള് കാടൊക്കെ പിടിച്ച്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 വരുമ്പോൾ നമ്മൾ റോട്ടിലേക്ക് പോവുക. ഇവിടെ നിറച്ച് മഴക്കാലാകുമ്പോൾ വെള്ളം വരും. ഇവാൻ എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്. എന്നാട്ടായി പൈപ്പോ? തിരിക്കാത്തതായിരിക്കും. ഇപ്പോൾ വെള്ളം വേണ്ടല്ലോ അങ്ങനെ. ഇതെല്ലാം ഇവിടെ ഒരു തോടിൻ്റെ സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടുന്ന് വെള്ളം എടുക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. ഇത് കണ്ടോ? നമ്മുടെ റോഡിൽ തോട് പോലെ ആയിട്ടുണ്ട്. ഇത് നോക്കാൻ വേണ്ടി വന്ന ചെരുപ്പല ഒഴുകി പോയ റോട്ടിൽ നിന്ന് ഇട്ടുള്ളേ. അതേ കുഞ്ഞു എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കണ്ടോ? ഹായ്. അടുത്ത കുഞ്ഞുവിൻ്റെ പോയി. അതാവും മനഃപൂർവ്വം ചെയ്യുന്നതാണേ. എന്താ വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ? ഇതിന് വേണ്ടിയിട്ട് ശരിക്കും കൊണ്ടുവന്നു. പോന്നു. ഇങ്ങോട്ട് പോട്ടെ. ഉണ്ട് നമ്മുടെ അയൽവക്കം വീടാണിത്. അപ്പനും മോനും കൂടെ കളിക്കുന്നത്. അവന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. കുഞ്ഞു കോട എങ്ങനെ കുനിച്ചു പിടിക്കും കുഞ്ഞോ? കുഞ്ഞോ കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ കാറ്റിന് ഓപ്പോസിറ്റ് പിടിക്കണം കോട. അല്ലെങ്കിൽ കുഞ്ഞുവിനെ പറപ്പിച്ചോണ്ട് പോകും. അല്ലെ കൊട പപ്പടക്കൊടയാവും. അതെ അതെ കണ്ടോ? അപ്പനും മോനും കൂടെ കളിയാ. നമ്മുടെ വീട്ടിൽ റോഡ് സൈഡാണ്. അപ്പം അവിടെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും കിട്ടാൻ ഒരു വഴിയില്ല. ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ പരിപാടികൾ. ചെരുപ്പ് ഒഴുകി കളിക്കുക. ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു. ഇങ്ങോട്ട് ഇറക്കണ്ട. ഇവിടെ ഇറക്കണ്ട. ഇവിടെ നമ്മൾ ഇറക്കുന്ന കഴുകാനാ. പല്ലെല്ലാം പോയൊരു അപ്പൂപ്പനായി ഇവാൻ ചേട്ടൻ. ഏയ് കുഞ്ഞ് പിടിക്ക്. മെല്ലെ. ഉണ്ടോ? എൻജോയ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ മഴക്കാല പരിപാടികൾ. ഇതെന്നാട്ടെ പാഷൻ ഫ്രൂട്ടാണോ കിടക്കുന്നത്? അല്ല, മാങ്ങയല്ല. മാങ്ങയല്ല. മാങ്ങയാണോ?
ആ പച്ചമാങ്ങ അല്ലേ? ഇങ്ങോട്ട് വാടാ. അങ്ങോട്ട് കേട്ടോ, അവിടെ തോടുണ്ട്, അവിടെ പോയിട്ട് അവിടെ ഒരു തോട് ഒഴുകുന്നുണ്ട്, അതിൻ്റെ ഇരപ്പ് വെക്കുന്നു. പിള്ളേരിങ്ങനെയൊക്കെ എൻജോയ് ചെയ്തേട്ടെ. ഈ ഒരു ലൈഫും കൂടെ കിട്ടണ്ടേ അവന്. ഈ പഠിത്തം മാത്രമായി പോയില്ലേ. ഇതാട്ടെ, ഇത് ഇവിടെ ഉറവേ ഉള്ളതാ. അങ്ങോട്ട് പോണ്ട, ഇവിടെ വന്നാൽ മതി. കണ്ടോ, ഇതൊക്കെ ഉറവയാണ്. ഇതൊക്കെ മഴക്കാലത്ത് കാണാൻ പറ്റുന്ന പ്രത്യേകതരം ഉറവകൾ. ഈ മഴ നിൽക്കുമ്പോഴേ ഞങ്ങൾ നിൽക്കും. പക്ഷേ ഈ പ്രദേശമെല്ലാം നല്ല വെള്ളമുള്ള സ്ഥലങ്ങളാണ്. ഉണ്ടോ, കുന്നിൻ മുകൾ ഗോ കാണുന്നതാണ് നമ്മുടെ വീട്. ഗൈസ് പറഞ്ഞു. ഇവിടെ ചേട്ടന്മാർ കളിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ വെള്ളമായി, ചേട്ടന്മാരെയൊന്നും കാണുന്നില്ല. ഒരു ദിവസം രാവിലെ വെക്കേഷൻ്റെ സമയത്ത് അവൻ്റെ കസിനുണ്ടായിരുന്നു. അവർ രണ്ടും കൂടെ പല്ല് തേക്കാൻ വന്നതാണ് വീട്ടിൽ നിന്ന് ഇവിടം വരെ. അതാവൻ പറഞ്ഞത്. പിന്നെ ഇതേ നമ്മൾ ഒരു തോടിൻ്റെ സൈഡിലേക്ക് എത്തുവാണേ. അപ്പോൾ കാണാം, നല്ല രസമാണ്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി ഭാവിയിലേക്ക് ഇവിടെ ഒരു കോർട്ട് വരാനിരിക്കുന്നുണ്ട്, അറിയത്തില്ല എങ്ങനെയാന്ന്. ഉണ്ടോ, ഇതാണ് തോട്. ചേട്ടാ ചെരുപ്പ് പോവുക, നോക്കണം. വേണേ ചെരുപ്പ് ഊരി വെക്ക്, ചെരുപ്പ് ഊരി വെക്ക്, അല്ലെങ്കിൽ ചെരുപ്പ് ഒഴുകിപ്പോവും. ചെരുപ്പ് ഊരി വെച്ചിട്ട് അവനെ പിടിക്കണേട്ടേ. നല്ല ഒഴുക്കുള്ള വെള്ളം. അങ്ങ് മണ്ടയ്ക്കുന്ന് വരുന്നതാണ്, അങ്ങ് മലയ്ക്കുന്ന് വരുന്ന വെള്ളം. വേനൽക്കാലം ആകുമ്പോഴത്തേന് ഇതെല്ലാം പറ്റും. എന്നാലും നല്ല കടും വേനൊക്കെ പറ്റുള്ളൂ, അതുവരെ കുഴപ്പമൊന്നുമില്ല. ആ മാഷിൻ്റെ ഒക്കെ അനിയൻ്റെ വീട്, മാഷിൻ്റെ അനിയൻ്റെ വീട്, ടോമി ചേട്ടൻ്റെ. ആ ആ രസമില്ലേ? നോക്കണേ വീഴല്ലേ. അങ്ങോട്ട് പോണ്ട കേട്ടോ കുഞ്ഞോ, അങ്ങോട്ട് പോവില്ല. ഇങ്ങോട്ട് നീങ്ങി ഇച്ചിരൂടെ. മതിയോ? ഇതാണ് പ്രകൃതി രമണി. റംബുട്ടാൻ ഭയങ്കര കാറ്റാണ്. ഇതൊന്നുമല്ല, ഇതിപ്പം ചില സമയത്തൊരു മഴ വന്നിട്ടുള്ള ഭയങ്കര കാറ്റാണ്. ചില സമയത്ത് ജനുവരിയിലൊക്കെ വരണം ഇവിടെ. പക്ഷെ നല്ലൊരു ആംബിയൻസ് ആട്ടോ. കുട എടുത്തില്ലല്ലോ. വാട്ടർഫോൾസ് ഇല്ല, വേനൽക്കാലത്ത് പറ്റും. ഇതിലായിരുന്നു പണ്ടത്തെ വഴി.
പറ കുഞ്ഞു, അവിടെ നിൽക്കുന്ന വണ്ടി വരും. വീഡിയോക്ക് ഇഷ്ടമായോന്ന് ചോദിച്ചില്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായോ? ബൈ ബൈ. വേറെ വീഡിയോയിൽ കാണാന്നൊക്കെ പറയുന്നില്ലേ? വേറെ വീഡിയോ ഞങ്ങൾ ഒരു ദിവസം എടുക്കാം കേട്ടോ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. എന്തായിരുന്നു ഞാൻ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ എന്താ ബെൽ ബട്ടൺ അമർത്തണം. കൊറേ നാളായില്ല അല്ലേ? ആ വേറെ സർപ്രൈസ് ഉണ്ട് കേട്ടോ കുഞ്ഞുവിന്. നമുക്ക് പിന്നെ ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കാം അല്ലേ കുഞ്ഞു? പിന്നെ നിങ്ങളോട് പറയാവേ. എന്നാ ഒരു ബൈ പറഞ്ഞു. ബൈ ബൈ.